വരുമോ നീ തിങ്കളേ തിങ്കളേ. മന്നാടിയാരെ സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരെക്കാളും ഞെട്ടിപ്പിക്കുന്ന പെർഫോമൻസ്. പാവം ആ ബേക്കറി ഉടമ കരുതിയിരിക്കുന്നത് മന്നാടിയാർ ഏതോ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെന്നാ. അതാണ് മന്നാടിയാര്. അവസ്ഥയറിഞ്ഞ് പെരുമാറാനേ എനിക്ക് പണ്ടേ വലിയ വൈഭവമാ. പക്ഷേ അയാളെ ഇത്രയേറെ പീഡിപ്പിച്ചിട്ടും നമുക്കൊരു തുമ്പും കിട്ടിയില്ല. മാഡം പേടിക്കണ്ട. മാഡം തേടുന്ന മഹീന്ദ്രൻ വരും. മാഡത്തിന്റെ മുന്നിൽ തന്നെ, കൈയെത്തി തൊടാവുന്ന അകലത്തിൽ. എന്തേ, മന്നാടിയാർക്ക് ഉറപ്പാണോ? മന്നാടിയാര് പൊളിവാക്ക് പറയാറില്ല. അവന്റെ വരവിന്റെ ആരവോ എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. തന്ത്രശാസ്ത്രത്തില് ഒരു നിഗൂഢ ക്രിയയുണ്ട്, ആവാഹിച്ചു വരുത്തൽ. മാഡത്തിന് വേണ്ടി അവസാന കർമ്മം എന്ന നിലയില് ഞാൻ അതും പരീക്ഷിക്കും. മന്നാടിയാരുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അവനെ എന്റെ കൺമുമ്പിൽ എത്തിക്കാൻ എന്ത് പ്രയോഗവും നടത്താം. പക്ഷേ സമാന്തരമായിട്ട് അയാളെ കണ്ടെത്താൻ ഞാൻ പോലീസ് വഴിക്ക് നീങ്ങും. ഡിപ്പാർട്ട്മെന്റിൽ എന്റെ എക്സ്പീരിയൻസ് വെച്ച് കൂട്ടിയും കിഴിച്ചു നോക്കിയപ്പോ എനിക്ക് കിട്ടിയ ഉത്തരം ബാലാമണിയുടെ ശത്രുവാണ് ചിഞ്ചുമോളെ കൊന്നതെന്ന. ബാലാമണിയുടെ കേസ്, അമ്പി വധക്കേസ് എന്നിവ അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്ക് ഒരുപക്ഷെ മഹേന്ദ്രനെ കുറിച്ച് സുപ്രധാനമായ ഒരു സൂചന നൽകാൻ കഴിഞ്ഞെന്നും ഇരിക്കും. ഞാൻ ആ വഴിക്കും ഒരു മൂവ്മെന്റ് നടത്തുന്നുണ്ട്. മന്നാടിയാരും വരണം എന്റെ കൂടെ. എന്താ, എന്തു പറ്റി? ഒന്നുമില്ല. ബേക്കറിക്കാരൻ മഹീന്ദ്രന് മന്നാടിയാരുടെ ചായ ഉണ്ടെന്ന് പറഞ്ഞപ്പോ മുതല് മന്നാടിയാരുടെ മുഖത്തെന്തോ ഒരു ഭയം ഞാൻ കാണുന്നുണ്ട്. മന്നാടിയാരെ മഹീന്ദ്രനെന്ന് മുദ്രകുത്തി അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ? പേടിയോ? കഷ്ടം. പേടിപ്പിക്കുന്നവര് പേടിക്കുന്നത് എന്തിന്? ഞാൻ വരും, എവിടെയും ഏത് സമയത്തും. ഗുഡ്, വെരി ഗുഡ്. അതിനൊന്നും അല്ല നിന്നെ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോകണം. പറഞ്ഞത് ഓടരുത്. ഡോക്ടറാ, ഞാൻ കേക്ക് ബാല പ്ലീസ്. ഒന്നുമില്ല. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ നശിപ്പിക്കരുത്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആരും നിന്നെ കൊല്ലില്ല. ബാല,
ബാല ഡോക്ടർ ഡോക്ടർ പതുക്കെ ആ ബെഡിലേക്ക് എടുത്തു. സ്റ്റീഫൻ വരും. സേതുട്ടാ, സേതുട്ടാ. സ്റ്റീഫൻ വരും. ഡോക്ടർ പേടിക്കാനൊന്നുമില്ല. സ്റ്റീഫൻ എന്ന വ്യക്തിയെ ബാലാമണി ഏറെ ഭയപ്പെടുന്നു. ഭൂതകാലത്തിലെപ്പോഴോ സ്റ്റീഫൻ എന്ന വ്യക്തിയിൽ നിന്ന് അനുഭവിച്ച തിക്താനുഭവമാകാം ഉപബോധ മനസ്സിൽ മായാതെ കിടക്കുന്നത്. ഒരു ഉറക്കം കഴിഞ്ഞ് ഉണരുന്നതോടെ എല്ലാം മറക്കും. ഓക്കെ? എനിക്ക് പേടിയാവുന്നു. സേതുട്ടാ, കുറ്റവാളികളിൽ ഇത്രയും നിഗൂഢമായ വ്യക്തിത്വമുള്ള മറ്റൊരാളുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. നേരിട്ടുള്ള അറ്റാക്കിനേക്കാൾ ബുദ്ധി ഉപയോഗിച്ചുള്ള തിരിച്ചടികളാണ് മഹീന്ദ്രന്റെ പ്രത്യേകത. ബോംബെ അധോലോകത്ത് പൊട്ടിച്ചെറിയാനാകാത്ത കണ്ണുകളുള്ള മഹീന്ദ്രൻ അവിടം വിട്ടത് സ്വന്തം സഹോദരൻ അമ്പി കൊല്ലപ്പെട്ടതറിഞ്ഞ. ഇയാളുടെ ഒരു ചിത്രം പോലും നമ്മുടെ ഫയലിൽ ഇല്ല എന്നുള്ള കാര്യം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടാ. ശരിയാണ്. പക്ഷേ എന്തു ചെയ്യാം? നനച്ചിരിക്കാത്ത സമയത്ത് ഗറില്ല മോഡലുള്ള ആക്ഷൻ മാത്രമാണ് അയാൾ നടത്തുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ ചിത്രം എങ്ങനെ കിട്ടാനാ? അല്ല, മാഡത്തിന്റെ ഈ ഫ്രണ്ടിനെ എനിക്ക് പരിചയപ്പെടുത്തിയത് എല്ലാം തിരിച്ചറിയാൻ കഴിവുള്ള സിദ്ധിയുള്ള ഒരാളെന്നല്ലേ? ഒന്ന് പറയണം സർ, മഹി തന്നെയാണോ ഈ മർഡർ ചെയ്തത്? എല്ലാം തിരിച്ചറിയുന്നവൻ ആണ്ടവൻ എന്നല്ലേ പറയാറ്. എന്നാലും ഈ ഉള്ളവന് ചില ഉൾവിളികൾ ചില നേരങ്ങളിൽ തോന്നാറുണ്ട്. ആ കുട്ടിയെ കൊന്നത് മഹീന്ദ്രന് തന്നെയാണ്. സാറ് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരിയാ. മിന്നൽ വേഗം, ഗറില്ല പോരാളി, ആർക്കും പ്രത്യക്ഷപ്പെടാത്ത രാക്ഷസ രാജാവ്. അയാളെ കണ്ടെത്താൻ കഴിയൂ? ഈശ്വരൻ തൂണിലും തുരുമ്പിലുണ്ട് എന്നല്ലേ പറയാറ്. അവനുമുണ്ട് അതുപോലെ എല്ലായിടത്തും. പരമാണുവിനെ തിരിച്ചറിയാൻ സൂക്ഷ്മദർശിനി വേണമെന്ന പോലെ അവനെ തിരിച്ചറിയാൻ അകക്കണ്ണ് വേണം. നിങ്ങൾ പരിശ്രമിക്ക്, ചുമ്മാ ട്രൈ പണ്ണപ്പാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവനെ നേരിട്ട് കണ്ടവരെ പോയി കണ്ടാൽ ഒരുപക്ഷെ അവന്റെ രൂപത്തെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. നല്ലൊരു
കമ്പ്യൂട്ടർ പെർഫോമറെ കൊണ്ട് ഗ്രാഫിക്സ് ചെയ്ത് അവൻ്റെ ഒരു ചിത്രം ഉണ്ടാക്കണം. അത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. പക്ഷേ അവനെ അടുത്ത് കണ്ടിട്ടുള്ളവർ ആരുണ്ട്? ഒരാളുണ്ട്, മിസ്റ്റർ സ്റ്റീഫൻ ജോർജ്. കൊല്ലപ്പെട്ട ചിഞ്ചുമോളുടെ അമ്മയെ സംരക്ഷിച്ച സ്റ്റീഫൻ ജോർജ്. സ്റ്റീഫൻ. മോളെ, ഇത് ഫ്രൂട്ട്സാ. ഇത് മുഴുവൻ കഴിച്ചോണം, എങ്കിലേ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ആരോഗ്യം കിട്ടും. സേതു, ആഹാരം കഴിക്കാൻ ബാലം മടിച്ചിയ, നീ വേണം കഴിപ്പിക്കാൻ. ആ മോളെ, മെഡിസിൻ മറക്കരുത്. ഒരാഴ്ച കഴിച്ചാ മതി. ആ സേതു, നീ തന്നെ മരുന്നെടുത്ത് കൊടുക്കണം. ബാല ചിലപ്പോ മരുന്നെടുത്ത് കളയും. ഇല്ലച്ചാ, ആഹാരവും മെഡിസിനും എല്ലാം ഞാൻ കൃത്യമായി കഴിച്ചോളാം. നിങ്ങൾ അതോർത്ത് പേടിക്കണ്ട. ആ, എന്താ സാർ ഈ വഴി? സേതു സാറിനെ ഒന്ന് കാണണം. എന്തിന്? ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. എന്ത് പരാതി? അതൊക്കെ സേതു സാറിനോട് നേരിട്ട് പറഞ്ഞോളാം. സാറിനൊന്ന് വിളിച്ച്. നിങ്ങൾ അകത്തോട്ടിരിക്കണം, ഞാൻ സേതുവിനെ വിളിച്ചോണ്ട് വരാം. ആ, വരും. ദേ, അമ്മയും അച്ഛനൊക്കെ പറഞ്ഞു കേട്ടല്ലോ. ഞാനില്ലെങ്കിലും മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിച്ചോണം. മോനെ സേതു, നീ ഒന്ന് താഴേക്ക് വന്നേ. മോൾ അവിടെ ഇരുന്നോ, ഇവൻ ഇപ്പൊ വരും. വാ. ബാല അറിയണ്ട, നിന്നെ കാണാൻ പോലീസ് വന്നിരിക്കുന്നു. പോലീസോ? അതേന്ന്. വാ, നടക്ക. എന്താ കാര്യം? മിസ്റ്റർ സ്റ്റീഫൻ ജോർജ് ഒരു പെറ്റീഷൻ തന്നിട്ടുണ്ട്. അത് ബാലാമണി അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്നും പറഞ്ഞു. സാറവരെ തടവിൽ വെച്ചിരിക്കുകയാണെന്നാ പരാതി. അയാൾക്ക് ഭ്രാന്ത. ബാലാമണി എന്റെ ഭാര്യയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് ഞങ്ങൾക്കെല്ലാം അറിയാം സർ. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യാനാ? സംഗതി രൂക്ഷമാവുന്നതിന് മുമ്പ് കോംപ്രമൈസ് ചെയ്യുന്നതാണ് നല്ലത്. എന്ത് കോംപ്രമൈസ്? അയാൾ പോയി പണി നോക്കട്ടെ. സാർ അങ്ങനെ പറയരുത്. സാർ വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആളാ. സംഗതി ലീക്കായി പത്രക്കാരറിഞ്ഞാൽ നാണക്കേട് സാറിനാ. അത് ഓർമ്മ വേണം. ഞാൻ എന്ത് ചെയ്യണമെന്നാ? സാറും ഭാര്യയും കൂടി ഒന്ന് സ്റ്റേഷൻ വരെ വന്നാൽ ഞാൻ അയാളെ വിളിച്ചു വരുത്താം. അവിടെ വെച്ച് നമുക്കൊരു ഒത്തുതീർപ്പുണ്ടാക്കാം. എന്തൊത്തുതീർപ്പ്? സാറിന്റെ ഭാര്യ ഒന്ന് മാത്രം പറഞ്ഞാൽ മതി, അയാളെ അറിയില്ലെന്ന്. പിന്നെ അയാളെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. മറ്റൊന്നും ആലോചിക്കണ്ട സാർ. സാർ ഭാര്യയുമായി സ്റ്റേഷൻ വരെ ഒന്ന് വരണം.